ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. കൂടെണ്ടായിരുന്ന ഖുറൈശിയോട് തന്റെ സുഹൃത്ത് പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി നോക്കണം, എന്നാൽ അറിയാം അവിടെ ആളുണ്ടോ ഇല്ല എന്ന്. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഖുറൈശി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരിക്കലും ഈ ഗുഹയിൽ ആരും ഉണ്ടാവില്ല, കാരണം ഇവിടെ പ്രാവ് മുട്ടയിട്ടുണ്ട്. ഇതിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടുമായിരുന്നു. അതുപോലെ ചലന്തി വല അത് നീങ്ങുമായിരുന്നു. പക്ഷെ ഇവിടെ ചലന്തി വലയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ അകത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുറൈശികൾ അവിടുന്ന് മടങ്ങിപ്പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അവിടുന്ന് അവിടുന്ന് ദുആ ചെയ്യുന്നത് പ്രത്യേകം ഇജാബത്തുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പർശമേറ്റ എവിടെ നിന്നും ദുആ ചെയ്താലും അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഇജാബത്ത് നൽകും, ദുആഇന് ഉത്തരം നൽകും. അല്ലാഹു തആല നമുക്ക് ദുആഇന് ഉത്തരം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ദുആകൾക്കും അല്ലാഹു തആല വളരെ പെട്ടെന്നുള്ള പ്രതിഫലം ഇജാബത്തും നൽകി അനുഗ്രഹിക്കും. ഇൻഷാ അല്ലാഹ് അവസരോചിതമായി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ 2 വർഷത്തിലുള്ള 2 റമദാൻ മാസം മുഴുവനും അള്ളാഹിന്റെ റസൂല് നമ്മൾ കണ്ട ആ പരിശുദ്ധമായ ആ പർവ്വതത്തിന്റെ ഉള്ളിലുള്ള ഗുഹയിലിരുന്നു. ഈ പർവ്വതത്തിന്റെ ഗുഹയിൽ അള്ളാഹിന്റെ റസൂല് ഇരുന്ന് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണാൻ വേണ്ടി പോന്നു. പിന്നീട് ഖദീജ ഉമ്മ വന്നു, സെലക്ട് ചെയ്തു. അങ്ങനെ ഖദീജ ഉമ്മ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്താക്കുന്നുണ്ട്, ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. തീർന്ന സമയത്ത് ഖദീജ ഉമ്മ തന്നെ എന്താക്കുന്നുണ്ട്, ഭക്ഷണം ഇവിടെ കൊണ്ടുപോകും. ഇപ്പൊ നിങ്ങൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നോക്ക്, ഞമ്മക്ക് ഈ വന്ന ആൾക്ക് എന്തില്ല, ഒരസുഖവും ഇല്ല ആർക്കും. കൈ ഒന്നിക്കേ, കാരണം അതിന്റെ എല്ലാം ബോഡി സ്കാനായില്ല. ഇല്ലെങ്കിലും എത്തോ നാട്ടിൽ എത്ര പൈസ കൊടുക്കണം സ്കാനിങ് ആക്കണമെങ്കിൽ? ഇപ്പൊ മലക്ക് കയറിട്ട് എടുക്കത്തുമ്പോ സ്കാനിങ് ആയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്ത് ഒരാൾക്ക് ഒരു സൂക്കടില്ല. ഈ കയറിയ ആൾക്ക് ഇവിടെ ഉണ്ടാ എന്താ ഉണ്ടാകത്ത്? ഇല്ല. അപ്പൊ നോക്കാം, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയും സ്റ്റെപ്പുകൾ എന്താക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പരിശുദ്ധമായ മലയിലേക്ക് നമ്മൾ അല്ലാഹു എത്തിച്ചു. സുബ്ഹാനല്ലാഹ്. ഇത് ചില്ലറ കാര്യമില്ല. കോടിക്കണക്കിന് ഉറുപ്പ കൊടുത്തെങ്കിൽ കയറാൻ കഴിയോ? ഇല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ ഭാഗ്യം കൊണ്ട്, അള്ളാഹു നമുക്ക് തന്ന കഴിവ് കൊണ്ട് അള്ളാഹു നമ്മളിവിടെ എത്തിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. ഒരുപാട് ആളുകൾ നമ്മൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട ബുദ്ധിമോശം കൊണ്ട് ആരക്കാൻ പറഞ്ഞവരുണ്ട്. ഉമ്മമാര് കഷ്ടപ്പെട്ടുകൊണ്ട് നിന്ന് പ്രസവിച്ച മക്കള് വലുതാകുമ്പോൾ തീരെ വരാതെ ഉമ്മാനെ നോക്കാതെ വിഷമിക്കുന്ന ഉമ്മമാര് റബ്ബേ ആ മക്കൾക്ക് നല്ല ബുദ്ധിനെ കൊടുത്തുകൊണ്ട് ഉമ്മാനെ നോക്കാനുള്ള തൗഫീഖ് ആ മക്കൾക്ക് നീ നൽകണം ആ മക്കൾക്ക് നീ നൽകണം ഒരിക്കലും നീ വിഷമത്തിലാക്കല്ല എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് പോറ്റുവറ്റ മക്കളാണ് റബ്ബേ റബ്ബേ يلا